കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി തുടർച്ചയായി മോഷ്ടാക്കളെത്തുന്ന കൂത്താട്ടോളം പാലക്കുഴയിൽ പോലീസും നാട്ടുകാരും കരുതൽ നൽകാൻ കൈകോർക്കുന്നു. വടക്കൻ പാലക്കുഴ ആസ്പയർ ക്ലബ് ഹാളിൽ ചേർന്ന പോലീസിന്റെയും വിവിധ റെസിഡൻസ് അസോസിയേഷൻ, മറ്റു സംഘടനാ ഭാരവാഹികൾ എന്നിവരുടെ യോഗത്തിലാണ് മോഷ്ടാക്കളെ തുരത്താനുള്ള പോംവഴികൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്തത്. പോലീസും ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ കൂത്താട്ടോളം പോലീസ് SHO സഞ്ജു ജോസ് യോഗത്തിൽ വിശദീകരിച്ചു. നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് അങ്ങനെ നമ്മൾ തിരുത്തുകയാണെങ്കിൽ തന്നെ ഒരു 75% നമുക്ക് നമ്മളെ തന്നെ സേഫ് ആക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്ന പോലെയും നമ്മളെ ശരീരം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്ന പോലെയും കാലിൻ്റെ ഉപ്പുറ്റി തേയ്മാനം നൽകാതിരിക്കുന്ന ഷൂ ധരിക്കുന്ന പോലെയും അല്ലേ, കണ്ണിൻ്റെ കാഴ്ചയുടെ പവർ കൂട്ടാൻ വേണ്ടി നമ്മൾ സ്പെക്സ് ധരിക്കുന്ന പോലെയും മാത്രമേ ഉള്ളൂ നമ്മുടെ വീട് പ്രൊട്ടക്ട് ചെയ്യുക. നമ്മുടെ വീട്ടിനകത്ത് ഒരുപാട് ട്രഷേഴ്സ് ഉണ്ട്, സ്വർണ്ണമായിരിക്കാം, പിന്നെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് വസ്തുക്കളുണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ തന്നെ കോൺഷ്യസ് ആകുക എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ളത്. 2, എന്തെങ്കിലും അപായം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാനോ അത് പ്രിക്കോഷൻ എടുക്കാനുള്ള ഒരു നടപടിക്ക് പോലീസിനെ സഹകരിക്കുക അല്ലെങ്കിൽ സഹായിക്കുക എന്നുള്ളതാണ്. അത് വരും ദിവസങ്ങളിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന്, അതായത് നമ്മുടെ ഭാഗത്തു നിന്ന്, നിങ്ങളെന്നല്ല ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ യുവാക്കളായാലും പ്രായമുള്ളവരായാലും ഒരു കുറച്ച് സമയം നമ്മുടെ പോലീസിന് വേണ്ടി സഹകരിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള അതിഭീകരമായ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊരു ഭീതി ഉണ്ട് എന്ന് തോന്നിക്കത്ത രീതിയിൽ, കാരണം സ്ത്രീകളാണ് ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വിലയനുസരിച്ച് അവർക്ക് ഒന്നും ചെറിയ പൊട്ടൊക്കെ കാണും. അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകുന്നവരെ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി മാതൃകാപരമായിട്ട് നമുക്ക് ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും കൂത്താട്ടോളം പോലീസ് നിങ്ങളൊപ്പം ഉണ്ടാകും. അതിൻ്റെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ നല്ല സഹകരണത്തിന് ഞാൻ ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞു. പോലീസ് റെസിഡൻസ് വാട്സപ്പ് ഗ്രൂപ്പ് സജീവമാക്കും. ഓരോ ദിവസവും പോലീസിനൊപ്പം പെട്രോളിംഗിൽ പങ്കെടുക്കുന്ന സംഘടനാ പ്രതിനിധികളുടെ പട്ടിക തയ്യാറാക്കി വാട്സപ്പ് വഴി അറിയിക്കും. ഹരിത കർമ്മസേനയുടെ സേവനം പ്രയോജനപ്പെടുത്തുക, ഫോണുകളിൽ അയൽവക്കം, പ്രധാന സംഘടനാ ഭാരവാഹികൾ, പോലീസ് എന്നിവരുടെ നമ്പറുകൾ സൂക്ഷിക്കുക തുടങ്ങിയ വിവിധ തരത്തിലുള്ള മുൻകരുതൽ നടപടികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. റെസിഡൻസ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് PG സുനിൽകുമാർ, NK ഗോപി, പോലീസ് ഓഫീസർ അനിൽ കുര്യാക്കോസ്, സാജു വർഗീസ്, സോയിസ് ജേക്കബ്, EM വർഗീസ്, ബെന്നി കൊല്ലിയിൽ, VB ശ്രീകുമാർ, KM ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കോടാലി, ഒരു വാക്കത്തി, ഒരു തൂമ്പയും എപ്പോഴും വീട്ടിൽ പുറത്തിറങ്ങാം. അത് കള്ളന് പൊളിച്ചിട്ട് അകത്ത് കയറാൻ പറ്റിയ സാധനം പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് നമുക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇടുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, യാതൊരു കാരണവശാലും ആയുധങ്ങൾ പുറത്ത് വെച്ചിട്ട് കിടന്നുറങ്ങരുത്. നമ്മൾ സാധാരണഗതിയിൽ കിടക്കുന്നതിന് ഏറ്റവും അവസാനം ഓഫ് ചെയ്യുന്ന ലൈറ്റ് എന്നറിയോ? ഏതറിയോ? നമ്മുടെ പുറകിലെ അല്ലല്ല, ഫ്രണ്ടിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കുള്ളൂ. ഈ ഫ്രണ്ടിൽ ലൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ കള്ളനോട് നീ കയറി വന്ന് പറഞ്ഞ തുല്യ സംഭവം. കാരണം അവര് വളരെ വളരെ കൃത്യമായി ശാസ്ത്രീയമായി ഈ മോഷണം പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം പറഞ്ഞ പോലെ ഒരു താക്കോല് പൂട്ടിയ ശേഷം ആ വാതിലിന്റെ മുകളിൽ അകത്തുനിന്ന് വെച്ച സാധനം അവർക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റിയത് അവർ കൃത്യമായിട്ട് സാധനം ഗവേഷണം നടത്തണോണ്ടാണ്. നമ്മൾ ആ ഗവേഷണം നടത്താറില്ല. നമ്മൾ പണ്ട് ഇപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഒരു താക്കോൽ എവിടെ വെച്ച് പോകും? നീ പടിയല്ല, അല്ലെങ്കിൽ